ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയിൽ ബ്രദർ ഡാമിൻ നൽകുന്ന ഈ സന്ദേശം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇന്നിങ്ങനെ ശനിയാഴ്ച വരെ എത്തിയിരിക്കുകയാണ്. സോയിങ് ആൻഡ് റീപ്പിംഗ്, വിതയും കൊയ്ത്തും എന്ന് പറയുന്ന സബ്ജക്റ്റ്. ബൈബിളിൽ ഒത്തിരി പ്രാവശ്യം നമുക്ക് ഈ വിതയും കൊയ്ത്തും ഒക്കെ കാണാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വരുന്ന ദിവസങ്ങളിൽ, വരുന്ന നാളുകളിൽ കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തി ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നതിലൂടെ സംഭവിക്കാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല, പോസിറ്റീവായിട്ടുള്ള വിതയും പോസിറ്റീവായിട്ടുള്ള കൊയ്ത്തും ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിച്ചെടുക്കാനായിട്ട് പോകുകയാണ്. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സാണ്. കുവൈറ്റിൽ നിന്ന് ഷെറിൻ വിൽസൺ ആണ് ആദ്യത്തെ. താങ്ക് യു ഷെറിൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഡിസംബറിൽ മക്കളായ എവ്ലിൻ, ആൽവിയ എന്നിവരുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ എവ്ലിൻ ആൻഡ് ആൽവിയ. അപ്പോൾ തന്നെ ഇന്ന് സഹോദരൻ ഷിബിൻ്റെ ജന്മദിനമാണ് വന്നിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഷിബിൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഷിബിൻ്റെ വിവാഹം നടക്കുവാൻ, തനിക്ക് ജോലി ലഭിക്കുവാൻ, മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അടുത്ത ഒരു സ്പോൺസർ കുടകിൽ നിന്ന് ഡിച്ചൻ ആണ്. താങ്ക് യു ബ്രദർ ഡിച്ചൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വീടും സ്ഥലവും വിൽക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് വഴികൾ തുറക്കണമേ. ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴിവാതിലുകൾ അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വരുന്ന ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങൾക്കുള്ള മുന്നോടിയായിട്ടാണ്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വെറും ഒരു പാഴായിട്ട് എന്തെങ്കിലും ഒരു സന്ദേശം കേൾക്കുകയാണെന്ന് കരുതരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് ജീവനുണ്ട്. ഇതൊരു വിത്താണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മുളയ്ക്കും. അത് 100 മേനി ഫലം കായ്ക്കുക തന്നെ ചെയ്യും. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോയിങ് ആൻഡ് റീപ്പിംഗ്. അവസാനം നമ്മൾ വന്നെത്തിയിരിക്കുന്നത് വിത്തിൻ്റെ ശേഖരം, ദ കളക്ഷൻ ഓഫ് സീഡ്സ് എന്നതിലാണ്. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിത്തിൻ്റെ ശേഖരം എല്ലാവരുടെയും കയ്യിൽ, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ വിത്തിൻ്റെ കളക്ഷൻ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ചെടിയുടെയോ ചീരയുടെയോ കടുകിൻ്റെയോ പയറിൻ്റെയോ ഗോതമ്പിൻ്റെയോ വിത്തിനെക്കുറിച്ചല്ല പറയുന്നത്. എന്തും, അതുൾപ്പെടെ എന്തിൻ്റെയും കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. കയ്യിലുള്ളതെല്ലാം ഒരു വിത്തായി നമുക്ക് ഉപയോഗിക്കാം. പുഞ്ചിരി പോലും ഒരു വിത്താണ്. മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുന്നത്, പുഞ്ചിരിച്ചാൽ തിരിച്ച് അതിൻ്റെ കൊയ്ത്ത് വരും. സോ 2 വിത്തുകളെക്കുറിച്ച് ഇന്നലെ നാം കണ്ടു. അതിലൊന്നാമത്തേത് ദൈവവചനം. ഒത്തിരി പേരുടെ കയ്യിൽ ദൈവവചനമുണ്ട്. ചിലരൊക്കെ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ട് നോട്ട്സ് എഴുതി ഒത്തിരി കളക്ഷൻ അവരുടെ കയ്യിലുണ്ട് വചനത്തിൻ്റെ. സൺഡേ സ്കൂൾ മുതൽ പഠിച്ചത് കാണും, അല്ലെങ്കിൽ സൺഡേ സ്കൂളിലൊന്നും പോകാൻ ഭാഗ്യമുണ്ടായില്ല, ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലല്ല ജനിച്ചതും വളർന്നതും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ദൈവവചനം ധാരാളമായി കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കയ്യിലും ഒത്തിരി വിത്ത് ദൈവവചനം ഇരിപ്പുണ്ട്. അത് വിതയ്ക്കേണ്ടത് മനുഷ്യഹൃദയമാകുന്ന വയലിലാണ്, നിലത്താണ്. പലതരം നിലങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. മത്തായി 13-ൽ തന്നെ വേറൊരു ഉപമ വിത്തിനെ കുറിച്ച് പറയുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരാണെന്ന് എല്ലാവർക്കും അറിയാം, അഥവാ ശിഷ്യഗണങ്ങളാണ്. അവരെ വിതയ്ക്കുന്നത് മനുഷ്യപുത്രനാണ്, യേശുവാണ് വിതയ്ക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും പട്ടണങ്ങളിലും പല സ്ഥലങ്ങളിലും അവരെ വിതച്ചു വച്ചിരിക്കുകയാണ്. അവിടുത്തെ വയൽ ലോകമാണ്. ഈ ലോകത്തിലാണ് വിതച്ചിരിക്കുന്നത്. യേശുവാണ് വിതയ്ക്കുന്നത്. വിത്തായി ഉപയോഗിക്കുന്നത് നമ്മളെയാണ്. നമ്മൾ അതിനുള്ള വിളവെടുപ്പ് കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. 3-ാമത്തേത് ഡൂയിങ് ഗുഡ് ഓർ ഈവിൾ. തിന്മയോ നന്മയോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നന്മ ചെയ്താലും തിന്മ ചെയ്താലും അത് വിത്താണ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7 മുതൽ 10 വരെ വായിക്കുമ്പോൾ നോക്കൂ. ഡു നോട്ട് ബി ഡിസീവ്ഡ്.
God cannot be mocked. A man reaps what he sows. Whoever sows to please their flesh, from the flesh will reap destruction. Whoever sows to please the Spirit, from the Spirit will reap eternal life. Let's not become weary in doing good, for at the proper time we will reap a harvest if we do not give up. Verse number 10. Therefore, as we have opportunity, let's do good to all people, especially to those who belong to the family of believers. ഇവിടെ പറയുന്ന വിത്ത് നന്മയോ തിന്മയോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് വിത്തായി വരും. ഇവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത് പീപ്പിൾ, ജനങ്ങളാണ്. ബിലീവേഴ്സ് ആകാം, നോൺ ബിലീവേഴ്സ് ആകാം, ആരുമായിക്കോട്ടെ. ഇവിടെ എംഫസൈസ് ചെയ്ത പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എ മാൻ റീപ്സ് വാട്ട് ഹി സോസ്. ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യുന്നു. അണ്ടർലൈൻ ചെയ്യുക, വീണ്ടും അണ്ടർലൈൻ ചെയ്യുക, വീണ്ടും അണ്ടർലൈൻ ചെയ്യുക. എ മാൻ റീപ്സ് വാട്ട് ഹി സോസ്. ചിലർ ജഡത്തിൽ വിതയ്ക്കും, അവരുടെ ജഡത്തിൽ വിതയ്ക്കും. ഫ്രം ദ ഫ്ലഷ് വിൽ റീപ്പ് ഡിസ്ട്രക്ഷൻ. അങ്ങനെയുള്ളവർ ജഡത്തിൽ തന്നെ നാശം കൊയ്യും. പാപപ്രവൃത്തികൾ ചെയ്യുന്നവർ പാപത്താലുള്ള നാശം കൊയ്യും. എന്നാൽ whoever sows to please the Spirit, ആത്മാവിനെ പ്രസാദിപ്പിക്കുവാനായി ആത്മാവിൽ വിതയ്ക്കുന്നവർ. അവിടെ ക്യാപിറ്റൽ എസ് ആണ് സ്പിരിറ്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൽ വിതയ്ക്കുന്നവർ വിൽ റീപ്പ് ഇറ്റേണൽ ലൈഫ്. പരിശുദ്ധാത്മാ നിറവുള്ളവരായി സൽപ്രവൃത്തികൾ ചെയ്താൽ, നന്മ പ്രവൃത്തികൾ ചെയ്താൽ അവർക്ക് ലഭിക്കാൻ പോകുന്നത് നിത്യജീവനാണ് കൊയ്യാൻ പോകുന്നത്. 9-ാമത്തെ വചനത്തിൽ ലെറ്റ്സ് നോട്ട് ബിക്കം വിയറി ഇൻ ഡൂയിങ് ഗുഡ്. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകരുത്. ഒത്തിരി വിശ്വാസികൾക്ക് സംഭവിക്കാറുണ്ട്. കുറേയധികം കാര്യങ്ങൾ സഭയ്ക്കകത്ത് ചെയ്തു, ഒത്തിരി നന്മകൾ പലർക്കും ചെയ്തു. പക്ഷെ അതിനിടയിൽ മനസ്സിൽ ഇടർച്ച വന്നു. യൂട്യൂബിൽ വേണ്ടാത്ത ചില വീഡിയോകൾ കണ്ടു, വിമർശനങ്ങൾ കേട്ടു. ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ലെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നന്മ പ്രവൃത്തികൾ നിർത്തിക്കളയരുത്. ലെറ്റ്സ് നോട്ട് ബിക്കം വിയറി ഇൻ ഡൂയിങ് ഗുഡ്, ഫോർ അറ്റ് ദ പ്രോപ്പർ ടൈം വി വിൽ റീപ്പ് എ ഹാർവസ്റ്റ് ഇഫ് യു ഡു നോട്ട് ഗിവ് അപ്പ്. മടുത്തു പോകാതെ, നിർത്തിക്കളയാതെ ചെയ്താൽ സമയത്ത് ഒരു നല്ല കൊയ്ത്ത് ഉണ്ടാകും. 10-ാമത്തെ വചനത്തിൽ therefore as we have opportunity, നമുക്ക് അവസരം കിട്ടുന്നത് പോലെ ലെറ്റ്സ് ഡു ഗുഡ് ടു ഓൾ പീപ്പിൾ. എല്ലാവർക്കും നന്മ ചെയ്യുക, എസ്പെഷ്യലി ടു ദോസ് ഹു ബിലോങ് ടു ദ ഫാമിലി ഓഫ് ബിലീവേഴ്സ്. പ്രത്യേകിച്ച് വിശ്വാസികളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് നന്മ ചെയ്യുക. സഭയ്ക്കകത്തുള്ളവർക്ക് പ്രത്യേകിച്ചും നന്മ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നതനുസരിച്ച് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ ഇതെല്ലാം വിത്താണ്. അതിൽ തന്നെ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ, ജഡത്തിലാണ് വിതയ്ക്കുന്നതെങ്കിൽ ജഡത്തിൽ നാശം കൊയ്യും. പരിശുദ്ധാത്മ നിറവിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ മടുത്തു പോകാതിരുന്നാൽ തക്ക സമയത്ത് വലിയ കൊയ്ത്ത് ഉണ്ടാകും. ലൂക്കോസിൻ്റെ സുവിശേഷം 6:31 ഞാൻ ആദ്യ സമയത്ത് പറഞ്ഞായിരുന്നു. ഡു ടു അതേഴ്സ് ആസ് യു വുഡ് ഹാവ് ദം ഡു ടു യു. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്കും ചെയ്യുക. എബ്രായ ലേഖനം 6:10 ഗോഡ് റിമെമ്പേഴ്സ് യു. ദൈവം ഓർക്കുന്നവനാണ്, ദൈവം നിങ്ങളെ ഓർക്കുന്നു എന്ന സീരീസ് ചെയ്തപ്പോൾ കീ വേഴ്സായി ഞാൻ എടുത്ത വചനഭാഗമാണിത്. Hebrews 6:10. അവിടെ എന്താ പറയുന്നത്? God is not unjust. He will not forget your work and the love you have shown him as you have helped his people and continue to help them. അതായത് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ളവനല്ല. അപ്പം ദൈവം എന്ത് നന്മ പ്രവൃത്തികൾ ചെയ്താലും, അവൻ്റെ നാമത്തെ പ്രതി എന്ത് ചെയ്താലും തക്ക സമയത്ത് ദൈവം അതിന് പ്രതിഫലം നൽകും. അത് ദൈവം ഓർക്കും.
എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അഥവാ ആ വിത്ത് വിതയ്ക്കപ്പെട്ടു, അതിൻ്റെ കൊയ്ത്ത് നിങ്ങളിലേക്ക് മടങ്ങി വരും. അപ്പോൾ 3 വിത്തുകൾ കണ്ടു. വിത്തുകളുടെ ശേഖരം എല്ലാവരുടെയും കയ്യിൽ തന്നിട്ടുണ്ട്. 1 ദൈവവചനം, 2 രാജ്യത്തിൻ്റെ പുത്രന്മാർ അഥവാ ശിഷ്യന്മാർ അഥവാ വിശ്വാസികൾ, ദൈവമക്കൾ. 3 നമ്മളിപ്പോൾ കണ്ടു, നന്മയോ തിന്മയോ ആയ പ്രവൃത്തികൾ, അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കുന്നത്, തിന്മ പ്രവർത്തിക്കുന്നത്. 4-മത്തേത് മണി, പണം ഒരു വിത്താണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മണി ഈസ് എ സീഡ്. പണം എങ്ങനെയാ ബ്രദറെ വിത്താകുന്നത്? ദൈവവചനം അങ്ങനെ പറയുന്നുണ്ട്. ആദ്യത്തെ വിത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് ദൈവവചനം, അത് മനുഷ്യഹൃദയമാകുന്ന വയലിലാണ് വിതയ്ക്കുന്നത്. 2-മത്തെ രാജ്യത്തിൻ്റെ പുത്രന്മാർ ലോകമാകുന്ന വയലിലാണ് വിതയ്ക്കുന്നത്. 3-മത്തേത് ഡൂയിങ് ഗുഡ് എന്നത് പറഞ്ഞപ്പോൾ, നന്മ ചെയ്യുക അല്ലെങ്കിൽ തിന്മ ചെയ്യുക, 2 ചെയ്താലും അതിൻ്റെ ഫീൽഡ്, അതിൻ്റെ നിലം എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങളിൽ തന്നെ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. പ്രത്യേകിച്ചും വിശ്വാസികൾക്ക് വേണ്ടി എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 4-മത്തേത് മണി, പണം. അതിൻ്റെ ഫീൽഡ് പറഞ്ഞിരിക്കുന്നത് ദ മിനിസ്ട്രി ഓഫ് ജീസസ്, യേശുവിൻ്റെ ശുശ്രൂഷ. കൂടാതെ വേറെ പലതും, പല മേഖലകളും എന്ന് പറയുമ്പോൾ ദരിദ്രർക്ക് കൊടുക്കുന്നത് എല്ലാം അതിൽ പെടും എന്ന് വിചാരിച്ചു. ജനങ്ങൾക്ക് കൊടുക്കുന്നതും കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുന്നതും എല്ലാം. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 6 മുതൽ 11 വരെ, 2 Corinthians chapter 9 verse number 6 through 11 എഴുതി വെക്കുക. ജസ്റ്റ് ആദ്യത്തെ 1-2 ഭാഗം മാത്രമേ ഞാൻ വായിക്കുന്നു, ബാക്കി നിങ്ങൾക്ക് പിന്നീട് വായിക്കാം. റിമെമ്പർ ദിസ്, whoever sows sparingly will also reap sparingly, and whoever sows generously will also reap generously. ഇവിടെ പറയുന്നതനുസരിച്ച് പിശുക്ക് വിതയ്ക്കുവാണെങ്കിൽ അതിനനുസരിച്ച് കൊയ്ത്ത് കിട്ടും. ധാരാളമായി വിതയ്ക്കുന്നതിന് ധാരാളമായി കിട്ടും. ഓക്കെ. ഈച്ച് മാൻ ഷുഡ് ഗിവ് വാട്ട് ഹി ഹാസ് ഡിസൈഡഡ് ഇൻ ഹിസ് ഹാർട്ട് ടു ഗിവ്. ഓരോരുത്തരും ഹൃദയത്തിൽ നിശ്ചയിച്ചിട്ടുള്ളതുപോലെ കൊടുക്കട്ടെ. ഇവിടെ പറയുന്നത്, ആ പശ്ചാത്തലം വായിച്ചാൽ അറിയാം, ഒരു കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളൊരു കളക്ഷൻ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ഫണ്ട് കളക്ഷൻ നടക്കുകയാണ്. സഭകളിൽ എല്ലായിടങ്ങളിലും നടക്കുകയാണ്. ഓരോരുത്തരും ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. നോട്ട് റിലക്റ്റൻ്റ്ലി ഓർ അണ്ടർ കമ്പൾഷൻ, ഫോർ ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. ഇവിടെ പറയുന്നതനുസരിച്ച് വിമുഖതയോടുകൂടിയല്ല, മടിച്ചല്ല, അണ്ടർ കമ്പൾഷൻ, നിർബന്ധത്താലുമല്ല. ദൈവം സന്തോഷത്തോടെ നൽകുന്നവനെ സ്നേഹിക്കുന്ന, സന്തോഷത്തോടുകൂടി വേണം കൊടുക്കാൻ. ആരും നിർബന്ധിച്ചിട്ട് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കണ്ട. നിർബന്ധത്താലല്ല കൊടുക്കേണ്ടത്. അതിഭയങ്കരമായ പരപ്രേരണയാലല്ല കൊടുക്കേണ്ടത്. ഹൃദയ സന്തോഷത്തോടുകൂടി കൊടുക്കണം. എങ്കിൽ ദൈവം അവനെ സ്നേഹിക്കുന്നു. 8, and God is able to make all grace abound to you. ഈ ഒരു ഭാഗം ഞാൻ ഇതിനു മുമ്പ് വായിച്ചതുകൊണ്ട് ഞാൻ വിട്ടുകളയാം. എന്ത് മനസ്സിലായി? ഈ ഭാഗത്ത് പറയുന്നതനുസരിച്ച് ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള പണം വിത്തായി വിതയ്ക്കാം. ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുമ്പോഴാണ്. കാരണം യേശു തന്നെ പറയുന്നു, എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ, സുവിശേഷത്തെ പ്രതി കൊടുത്താൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ, അതിനെക്കുറിച്ച് അടുത്തതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് 100 മടങ്ങായി കിട്ടും. സോ ഏറ്റവും കൂടുതൽ ലാഭകരമായ, മനുഷ്യൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ, ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ഇവിടുത്തെ ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ദ മിനിസ്ട്രി ഓഫ് ജീസസ്, യേശുവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. 5-മത്തെ സീഡ് എന്ന് പറയുന്നത് എനിത്തിങ് ഗിവൺ ഫോർ ദ കിങ്ഡം, ദൈവരാജ്യത്തിന് വേണ്ടി. ഇപ്പോൾ പറഞ്ഞത് പണമാണെങ്കിൽ ഇനി ഈ പറയുന്നത് എനിത്തിങ് ഗിവൺ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന് വേണ്ടി നൽകപ്പെടുന്ന എന്തും. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 29-30. ഇവിടെ പറയുന്ന ഫീൽഡ് അഗെയിൻ ദ മിനിസ്ട്രി ഓഫ് ജീസസ്, ബട്ട് എനിത്തിങ് ക്യാൻ ബി ഗിവൺ. അവിടെ പറയുന്നത് മാർക്ക് 10:29, 30,
Truly I tell you, Jesus replied, no one who has left home or brothers or sisters or mother or father or children or fields for me and the gospel will fail to receive 100 times as much in this present age, homes, brothers, sisters, mothers, children and fields, along with persecutions and in the age to come eternal life. ഇവിടെ പല പല ഐറ്റംസ് പറയുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് വരെയുണ്ട്. എന്ന് വെച്ചാൽ വീടുകളോ നിലങ്ങളോ, പിന്നെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, മദർ, ഫാദർ എല്ലാം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ റിലേഷൻഷിപ്സ് ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇതിനെല്ലാത്തിനും ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 times കർത്താവ് ഓഫർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനം കിട്ടുമെന്ന് പറയും. അടുത്തത് 6ാമത്തത് ദ ബോഡി. മനുഷ്യ ശരീരം ഒരു വിത്താണ്. മനുഷ്യ ശരീരം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 42 മുതൽ 44 വരെ വായിക്കുമ്പോൾ, 1 Corinthians chapter 15, 42 to 44. മനുഷ്യ ശരീരം ഒരു വിത്താണ്. അവിടെ വിതയ്ക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത്, നിലമെന്ന് പറയുന്നത് ദ എർത്ത്, ഭൂമിയാണ്. വായിക്കുന്നത് ഇങ്ങനെയാണ്: So will it be with the resurrection of the dead. The body that is sown is perishable, it is raised imperishable. എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അറിയാമോ? ഒരു ശവസംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി, മൃതശരീരം വിതയ്ക്കുമ്പോൾ, മറവ് ചെയ്യുമ്പോൾ, കുഴിച്ചിടുമ്പോൾ, ബറി ചെയ്യുമ്പോൾ, നോക്കൂ, ഇറ്റ് വിൽ ബി സോ വിൽ ഇറ്റ് ബി വിത്ത് ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ്. മരിച്ചവരുടെ പുനരുദ്ധാനം ഇങ്ങനെയാണ്. മരിച്ചവരുടെ പുനരുദ്ധാനം എങ്ങനെയാണ്? ദ ബോഡി ദാറ്റ് ഈസ് സോൺ ഈസ് പെരിഷബിൾ. എന്ന് വെച്ചാൽ നശ്വരമായ ഒരു ശരീരത്തെയാണ്, മർത്യമായ ഒരു ശരീരത്തെയാണ് വിതയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി ഏജായി, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അസുഖമോ ആക്സിഡൻറ്റിലോ ഒക്കെ മരിച്ചു, ആ ബോഡി കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോൾ വിത്ത് വിതയ്ക്കുന്നത് പോലെയാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇറ്റ് ഈസ് റേസ്ഡ് ഇംപെരിഷബിൾ. പക്ഷേ വ്യത്യാസം, വിതയ്ക്കുന്നത് മർത്യശരീരമാണെങ്കിൽ, നശിച്ചു പോകുന്ന ശരീരമാണെങ്കിൽ ഒരിക്കലും നശിക്കാത്ത ഇംപെരിഷബിൾ ആയിട്ടുള്ളൊരു ബോഡി ആയിരിക്കും തിരിച്ചു കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഉയർപ്പ് നടക്കുമ്പോൾ, എത്ര പേർക്കറിയാം, യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ ഇന്ന് മരിച്ചടക്കപ്പെടുന്ന എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനമുണ്ടാകും. സോ വിതയ്ക്കുന്നത് നശിച്ചു പോകുന്ന ഒരു ശരീരമാണെങ്കിലും ഒരിക്കലും നശിക്കാത്തൊരു ശരീരം കിട്ടും. ഇറ്റ് ഈസ് സോൺ ഇൻ ഡിസോണർ, ഇറ്റ് ഈസ് റേസ്ഡ് ഇൻ ഗ്ലോറി. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ, ബഹുമാനത്തിൽ ഉയർത്തി നിൽക്കുന്നു. ഇറ്റ് ഈസ് സോൺ ഇൻ വീക്ക്നെസ്, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു. ഇറ്റ് ഈസ് റേസ്ഡ് ഇൻ പവർ, ശക്തിയുള്ളൊരു ശരീരമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഇറ്റ് ഈസ് സോൺ ഇൻ എ നാച്ചുറൽ ബോഡി, ഇറ്റ് ഈസ് റേസ്ഡ് സ്പിരിച്വൽ ബോഡി. ഒരു പ്രാകൃത ശരീരം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നാച്ചുറലായിട്ടുള്ള ഈ ഹ്യൂമൻ ബോഡി, മണ്ണുകൊണ്ടുള്ള ശരീരമാണ് നമ്മൾ വിതയ്ക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് റേസ്ഡ് എ സ്പിരിച്വൽ ബോഡി, ഒരു ആത്മശരീരമായി എഴുന്നേൽക്കും. ഇഫ് ദർ ഇസ് എ നാച്ചുറൽ ബോഡി, ദർ ഇസ് ഓൾസോ എ സ്പിരിച്വൽ ബോഡി. പ്രാകൃത ശരീരം, സാധാരണ മർത്തി ശരീരമുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ ബോഡിയും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഈ ശരീരം ഒരു വിത്താണ്. മരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിലേക്ക് പൊടിയായി തിരിച്ചു ചേരും. ഒരു വിത്ത് പാകുന്നത് പോലെ തന്നെ മനുഷ്യ ശരീരത്തെ പാകും, വിതയ്ക്കും. പക്ഷേ കാഹളം ധ്വനിക്കുന്ന സമയത്ത് യേശു കർത്താവ് തിരിച്ച് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അവർ ക്രിസ്തുവിനോട് ഒപ്പം പോകാനുള്ളവരാണ്, ആദ്യത്തെ ബാച്ച്. എന്നാൽ പിന്നീടാണ് ബാക്കിയുള്ളവർ ഉയർക്കുന്നത്. അത് മറ്റൊരു നിരയിലാണ്. യേശുക്രിസ്തു വരുമ്പോൾ ഉയർക്കാത്തവരുടെ കാര്യം കട്ടപ്പുക എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ അവർ പലപ്പോഴും അന്ത്യന്യായ വിധിയിലേക്ക് ചെന്ന് നിത്യനരകത്തിലേക്ക് പോകേണ്ടവരുടെ ഒരു കൂട്ടമായി മാറാം. ഓക്കെ, 7ാമത്തേത്, ലാസ്റ്റ് വൺ, ജീസസ്.
യേശു ഒരു വിത്താണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വചനത്തിലാണ് ഈ വിത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ന്യൂ കിങ് ജെയിംസ് വേർഷൻ വായിക്കുകയാണെങ്കിൽ, "And I will put enmity between you and the woman, and between your seed and her seed. He shall bruise your head, and you shall bruise his heel." പാമ്പിനോടാണ് സംസാരിക്കുന്നത്. ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിൽ ഒരു വലിയ ശത്രുത ഉണ്ടാക്കും. പാമ്പും സ്ത്രീയും തമ്മിലുള്ള ശത്രുതയാണ്. ആൻഡ് ബിറ്റ്വീൻ യുവർ സീഡ് ആൻഡ് ഹെർ സീഡ്, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഒരു വലിയ എൻമിറ്റി ഉണ്ടായിരിക്കും. ഹീ ഷാൽ ബ്രൂസ് യുവർ ഹെഡ്, അവൻ നിന്റെ തല തകർക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സന്തതി നിന്റെ തല. ഇവിടെ സ്ത്രീയുടെ സന്തതി, ദ സീഡ് ഓഫ് ദ വുമൺ എന്നുദ്ദേശിക്കുന്നത് യേശുവിനെയാണ്. യേശുവിനെ സീഡ് ഓഫ് വുമൺ, സീഡ് ഓഫ് എബ്രഹാം, സീഡ് ഓഫ് ഡേവിഡ്, സീഡ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്ത്രീയുടെ സന്തതിയായി. പക്ഷെ ഇംഗ്ലീഷിൽ ആ പ്രയോഗം സീഡ്, വിത്ത്, എൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ വിത്താണ്. സ്ത്രീയിൽ നിന്ന് വരുന്ന വിത്ത്, സന്തതി, മകൻ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ജീസസ് ഈസ് ദ സീഡ് ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ സീഡാണ് യേശു. ആ യേശു ഭൂമിയിൽ വന്ന് സാത്താൻ്റെ തല തകർക്കുമെന്നും ആൻഡ് യു ഷൽ ബ്രൂസ് ഹിസ് ഹീൽ, നീ അവൻ്റെ കുതികാൽ തകർക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, യോഹന്നാൻ 7:42 ഹാസ് നോട്ട് ദ സ്ക്രിപ്ചർ സെഡ് ദാറ്റ് ദ ക്രൈസ്റ്റ് comes from the seed of David and from the town of Bethlehem where David was. ദാവീദിൻ്റെ സന്തതിയായ സീഡ്, യേശു ഒരു സീഡാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. സ്വർഗത്തിലുള്ള സകലവും യേശു എന്നൊരൊറ്റ സീഡിനകത്ത്, വിത്തിനകത്തുണ്ടായിരുന്നു. പിതാവായ ദൈവം നേരെ ആ സീഡ്, സ്വർഗത്തിലുള്ള സകലവും അടക്കം ചെയ്ത, സ്വർഗത്തിൻ്റെ DNA ഉള്ള, സ്വർഗത്തിൻ്റെ ജീനുള്ള, കോഡുള്ള ആ യേശുവിനെ ഈ ഭൂമിയിലേക്ക്, ഈ ലോകത്തിലേക്ക് അങ്ങ് നട്ടു, പ്ലാന്റ് ചെയ്തു. എന്താണ് സംഭവിച്ചത്? ആ വിത്ത് വിതച്ച് ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ സകലവും ഈ ഭൂമിയിലേക്ക് വീണ് മുളച്ച് ഇന്ന് ആ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം, ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ, ഭാഷ, ഗുണങ്ങൾ സകല ഭൂമിയിലും എത്തി. എങ്ങനെ? യേശു എന്ന വിത്ത് വിതയ്ക്കപ്പെട്ടപ്പോൾ. ആ വിത്താണ് നമ്മുടെ അകത്തുള്ളത്. ആ വിത്താണ് ഈ ലോകത്തിൽ ഇന്നുള്ളത്. അത് വളർന്ന് പടർന്ന് എല്ലായിടങ്ങളിലും എത്തിക്കൊണ്ടേയിരിക്കുന്നു. Isn't that wonderful? ആ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്വീകരിക്കുക. നിങ്ങൾ നെഞ്ചിലോട്ട് കൈവച്ച് എന്നോട് ചേർന്ന് പറഞ്ഞ, യേശുവേ, സ്വർഗത്തിൻ്റെ വിത്തായ അങ്ങേ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. എന്നിലങ്ങ് വരണമേ, എന്നിലങ്ങ് വളരണമേ, എന്നിലങ്ങ് നിറഞ്ഞ ഫലം കായ്ക്കണമേ. യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്, യേശുവിൻ്റെ രക്ഷകനാണ് എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞിരിക്കുന്നു. യേശുവേ, എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ബ്രദറിൻ്റെ പേര് ജിനു പോൾ എന്നാണ്. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്: 2014 ജൂൺ മാസത്തിലാണ് താൻ ആദ്യമായിട്ട് ബ്ലെസ്സിങ് സെൻറ്ററിൽ വരുന്നത്. 2014 വരാൻ കാരണം ഈ സഹോദരിയുടെ അമ്മയുടെ നിർബന്ധം കാരണമാണ് താൻ ഇവിടെ വന്നത്. വരുന്നതിന് മുൻപ് ജിനുവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് താനൊരു മദ്യപാനിയായിരുന്നു. ഈ ചെറുപ്പകാലത്തോ? താനൊരു മദ്യപാനം ഉണ്ടായിരുന്നു. തന്നെയല്ല, താനൊരു ബിസിനസ് നടത്തിയിട്ട് അമ്പയെ പരാജയപ്പെട്ട് നിരവധി കടബാധ്യതകൾ കൊണ്ട് വിഷമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് താൻ ഇവിടെ വരുന്നത്. താൻ പറഞ്ഞത് ഒരു കുടില് കെട്ടിയിട്ട് ആ കുടിലാണ് അന്ന് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് വരുന്ന സമയത്ത്. അതുപോലെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണ് ഇവർ ഇവിടെ നിന്നത്. അതിനുശേഷം 2014 ഓഗസ്റ്റ് മാസത്തിൽ ഹാപ്പി ഹോം എന്ന് പറഞ്ഞ ഒരു മീറ്റിംഗ് എറണാകുളത്ത് വെച്ച് നടന്നപ്പോൾ, ഫാമിലി കോൺഫറൻസിൽ ഇവർ രണ്ടുപേരും വന്നു. അന്ന് അവിടെ വെച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവർ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ തുടങ്ങി. ജിനു പറഞ്ഞത്
അന്ന് മുതൽ തൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടായത്. ആദ്യം തന്നെ തൻ്റെ മദ്യപാനം താൻ നിർത്തി. അതിനുശേഷം തൻ്റെ ബിസിനസ്സിൽ അല്പാൽപമായി ഉയർച്ചകൾ ദൈവം കൊടുക്കാൻ തുടങ്ങി. തൻ്റെ കടബാധ്യതകൾ മുഴുവനും വീട്ടി ഇന്ന് തനിക്ക് നല്ല മനോഹരമായൊരു ഭവനം ദൈവം കൊടുത്തു. വീട് കിട്ടി, വീട് താൻ പണിതു. തന്നെയല്ല, തനിക്കിന്ന് 2 വാഹനങ്ങൾ സ്വന്തമായിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് തനിക്കിതൊക്കെ ദൈവം കൊടുത്തതെന്നാണ് താൻ പറയുന്നത്. തന്നെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഡാവിൻ ബ്രദർ ഇങ്ങനെ പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ഒരിക്കലും ദൈവം നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല. ക്ഷമ സിസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അന്ന് മുതൽ വളരെ ഏതാണ്ട് 2015 മുതൽ താൻ ദൈവവേലയ്ക്ക് വേണ്ടി സ്ഥിരമായി താൻ കൊടുക്കുവാൻ ആരംഭിച്ചു. അതുകൊണ്ടും കൂടെ തൻ്റെ ജീവിതത്തിൽ വേഗത്തിൽ ദൈവം കുറേ അത്ഭുതങ്ങൾ ചെയ്തു കൊടുത്തു. തൻ്റെ കടബാധ്യതകൾ വീട്ടാൻ കാരണം അതാണ് എന്നാണ് താൻ പറഞ്ഞത്. എനിക്ക് ഈ സാക്ഷ്യം കേട്ടിട്ട് വലിയ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖത്ത് നോക്കി പ്രവചിക്കുകയാണ്, ഈ സഹോദരൻ, ഈ കുടുംബത്തിനും മാറ്റം വരുത്തിയ കർത്താവ് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും മാറ്റം വരുത്താൻ പോവുകയാണ്. കരങ്ങൾ ഇവരുടെ നേരെ നീട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു, തുടർന്ന് മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ തിരുനാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഉച്ചത്തിൽ ആമേൻ പറയാം. ഗോഡ് ബ്ലെസ് യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. രോഗികൾക്ക് വേണ്ടി, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2 കൈകൾ നീട്ടി പിടിക്കാമോ? കർത്താവെ, ജനങ്ങളെ തിരുനാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ട്യൂബിലൂടെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ, അതില്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ഒരു മിറക്കിൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ നട്ടലിനകത്ത് സ്പൈനൽ കോഡിന് പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അതുപോലെ മസിൽസൊക്കെ തളർന്നു പോകുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണുകളുടെ കാഴ്ചയ്ക്ക് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ സ്റ്റാമറിങ്, വിക്കുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. നിങ്ങൾക്ക് ഈ സമയത്ത് വിശ്വസിച്ച് ആ വിടുതൽ സ്വീകരിക്കാം. ദിസ് എ മിറക്കിൾ. കിടപ്പ് രോഗികൾ സൗഖ്യമാകട്ടെ. മാരക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് പുതിയ പ്ലാറ്റ്ഫോമിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.